തങ്കം നിർബന്ധം പിടിക്കുന്നത് പോലെ കൃഷ്ണയെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നവീനോടും അവന്റെ അമ്മയോടും സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരില്ലേ? നവീൻ ആ സത്യം അറിഞ്ഞാല് ഗാഥ പിന്നെ ജീവിച്ചിരിക്കില്ല. അവള് ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ആദ്യം മോളി പാലങ്ങ് കുടിക്ക്, ക്ഷീണം ഒന്ന് മാറട്ടെ. ഞാൻ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട. ഒന്ന് കുടിക്കും മോളെ. കുടിക്ക്. ദാ പിടിക്ക്, കുടിച്ചോ. കുടിക്കും മോളെ. നോക്കണ്ട, ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല. കുടിച്ചോളൂ. ഗാഥമോൾ എത്ര സ്മാർട്ടായ കുട്ടിയാ. ഈ രൂപം കിട്ടിയതുകൊണ്ട് മാത്രം വേറൊരുത്തി മോൾക്ക് തുല്യാവില്ലല്ലോ. അവൾ അഹങ്കാരിയാ. തെരുവിൽ കിടന്ന ഒരുത്തി ഇത്രയും വലിയ സ്ഥലത്തെത്തിയപ്പോ അങ്ങ് അഹങ്കരിക്കാൻ തുടങ്ങി. മോളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടല്ലേ. എല്ലാം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. മോളാ പാല് കുടിച്ചിട്ട് കുറച്ചു നേരം കൂടി ഒന്ന് കിടന്നു. ധൈര്യമായിട്ട് കിടന്നു. മനസ്സൊന്ന് നോർമലാകട്ടെ. ഇവര് പറഞ്ഞതൊക്കെ സത്യമായിരിക്കോ? ദുബായ് മാമ, കൃഷ്ണനെ ഇവിടുന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണെന്ന് പറഞ്ഞത് മനസ്സിലായി. പക്ഷേ എങ്ങനെ കൊണ്ടുപോകും? നിന്റെ വണ്ടിയില്ലേ? അതാണോ പറഞ്ഞേ? നവീന്റെ അമ്മയും അവിടെ കാത്തു നിൽക്കല്ലേ. അല്ല, അവരോട് എന്തു പറയും? സിത്താര മാഡത്തിനോടും ഗാഥയോടും ഉള്ള ദേഷ്യം നവീനോടും നവീന്റെ അമ്മയോടും നമുക്കില്ലല്ലോ. അവര് പാവങ്ങളല്ലേ. അതൊരു വിഷയമാണല്ലോടി മോളെ. നമ്മുടെ തങ്കമാണെങ്കിൽ കടുകെട്ടി തീരുമാനത്തില്ല. ഒരു നിമിഷം പോലും ഇവിടെ ഒരിടത്തും കൃഷ്ണൻ നിർത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നേ. അല്ല, കുറച്ച് പാടുപെടുമെന്നാ എനിക്ക് തോന്നുന്നേ. എന്തായാലും നവീനും അമ്മയൊക്കെ അവിടുന്ന് മാറട്ടെ. നമുക്ക് തങ്കത്തിനോട് ചോദിക്കാം. നീ വാ. മോളിക്കുട്ടി വണ്ടിയായിട്ട് ഇവിടെ ഉണ്ടായത് നന്നായി. പോകാൻ വേറെ വണ്ടി നോക്കണ്ടല്ലോ. അമ്മേ, നവീനോട് ഇപ്പൊ എന്താ പറയാ? ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞപ്പോ നവീൻ ഭയങ്കര സന്തോഷത്തിലാ തിരിച്ചു പോകുന്ന കാര്യമൊക്കെ പറയുന്നത്. നവീന്റെ ഭാര്യയായിട്ടുള്ള നിന്റെ അഭിനയം അവസാനിച്ചു. അതിനി ഇവിടെ ഒരു സംശയമില്ല. അമ്മ വളരെ നിസ്സാരമായിട്ട് ഈ സംഭവമൊക്കെ കാണുന്നത്. ഇതിന്റെ ഗൗരവമൊക്കെ എനിക്കറിയാം. ഈ ജീവിതകാലം മുഴുവൻ ജീവിതം അവസാനിപ്പിച്ച് ഇതിന്റെ പുറകെ നിനക്ക് നടക്കേണ്ടി വരും. ഈ ആൾമാറാട്ടവും അന്യർക്കുള്ള ശാപം എടുത്തു വെപ്പും മരണത്തിന് മുന്നിൽ കൂടിയുള്ള നടത്തവും അമ്മയ്ക്ക് മടുത്തുപോയി. നമുക്കൊരുപാട് സമ്പത്തൊന്നും വേണ്ട. കഷ്ടപ്പെട്ടുള്ളതുകൊണ്ട് ഇച്ചിരി കഞ്ഞി വെച്ച് കുടിച്ചാ മതി. നിന്റെ ജീവൻ ആപത്തില്ല എന്നുള്ളൊരു ധൈര്യം വേണം. അമ്മേ, കിടത്താനോ മറ്റോ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ബെഡൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. 1 2 ബെഡ് ഒന്നിച്ച് നിലത്തിടുക മറ്റോ. ആ, അതെന്തിനാടാ? നല്ല സോഫ്റ്റ് ആയ ബെഡല്ലേ മുറിയിൽ കിടക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങളല്ലല്ലോ ഗാഥയ്ക്ക്. മുഴുവൻ സമയവും ആരെങ്കിലും അടുത്തു വേണം. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ലമ്മേ. ഞാൻ അയാളുടെ അടുത്ത് തന്നെ ഉണ്ടാവും.
പിന്നെ പെട്ടെന്നൊന്ന് മാറണം തോന്നിക്കഴിഞ്ഞാൽ അമ്മയുണ്ടല്ലോ. ഉം. തങ്കം, ഞങ്ങള് ഗാഥമോളുമായിട്ട് കളരിക്കൽ തിരിച്ചെത്തിയാലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ പറയുന്നത് ഗാഥമോൾക്ക് കിടക്കാനുള്ള ബെഡൊന്ന് മാറ്റി വാങ്ങണമെന്നാ. അത് വേറൊന്നും കൊണ്ടല്ല അമ്മേ. കുറേ സമയം കിടന്നിട്ടേ കഴുത്തൊക്കെ വേദനിക്കുന്നുണ്ടാവും. അപ്പൊ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ബെഡ് വാങ്ങിക്കഴിഞ്ഞാൽ നന്നായിരിക്കത്തില്ലേ? രണ്ടുപേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മോളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. തങ്കം എന്താ ഈ പറയുന്നേ? അതെന്തിനാ തങ്കം കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഗാഥമോളെ കളരിക്കലേക്ക് കൊണ്ടുപോകാനാ ഞങ്ങളുടെ തീരുമാനം. അത് തന്നെയാ നല്ലത്. ഗാഥ നവീന്റെ ഒപ്പം കളരിക്കലേക്ക് പോട്ടെ. ആ, തങ്കം, എനിക്ക് തങ്കത്തിനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഒന്നെന്റെ കൂടെ വരണേ. സുമിത്ര പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കോളൂ. ശരി. വരൂ. എന്താ പറയാനുള്ളത്? തങ്കം നിർബന്ധം പിടിക്കുന്നത് പോലെ കൃഷ്ണയെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നവീനോടും അവന്റെ അമ്മയോടും സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരില്ലേ? നവീൻ ആ സത്യം അറിഞ്ഞാല് ഗാഥ പിന്നെ ജീവിച്ചിരിക്കില്ല. അവള് ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്റെ കൃഷ്ണയെ കൊല്ലാൻ ശ്രമിച്ചവളാ. ഒന്നല്ലേ, പലതവണ. ഇനി ക്ഷമിച്ച് തലകുനിച്ച് നിൽക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എന്റെ മോളെ കൊണ്ടുപോയേ പറ്റൂ. തങ്കം, ഞാൻ നിങ്ങളെ കാലി പിടിക്കാം. നാണമില്ല മേഡം നിങ്ങൾക്ക്? നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ ആരുടെ കാല് വേണേലും പിടിക്കും.